നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ സയൻസിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓണം എക്സാമിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഒരു മാതൃകാ ചോദ്യ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഒന്നാമത്തെ പ്രസ്താവനയാണ്. രണ്ടാമത്തത്, സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയാണ് പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെയാണ് ശരി? നമ്മൾ കൃത്രിമ പരാഗണം നമ്മൾ പഠിച്ചിട്ടില്ലേ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതിനെക്കുറിച്ച് പഠിച്ചല്ലോ. അതിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. എന്തിനാണത് മുറിച്ചു മാറ്റുന്നത്? അത് സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയാണ് ഈ പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പം താഴെയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്. ആണോ? അല്ല, ഒന്ന് ശരിയാണ്, രണ്ടും ശരിയാണ് അല്ലേ? ഒന്ന് തെറ്റാണ്, രണ്ട് ശരിയാണ്, അതുമല്ല. അടുത്ത ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, ഒന്നിൻ്റെ കാരണമല്ല രണ്ട്, അത് തെറ്റാണ്. ഒന്നിൻ്റെ കാരണമാണ് രണ്ട് അല്ലേ? കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. എന്തിനാണത് മുറിച്ചു മാറ്റുന്നത്? അത് സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ശരിയല്ലേ? അപ്പം ഒന്നിൻ്റെ കാരണമാണ് രണ്ട്. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഡി ഓപ്ഷനാണ് കേട്ടോ. ഒന്നും രണ്ടും ശരിയാണ്. ഒന്നിൻ്റെ കാരണമാണ് രണ്ട്. സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയാണ് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവ് ഏതാണോ അതിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഡി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ നൽകിയിട്ടുള്ള കൃത്രിമ പരാഗണത്തിൻ്റെ ഘട്ടങ്ങളിൽ വിട്ടുപോയവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെവിടെ ഘട്ടം 1, 2, 3, 4, 5 ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടോ? ഒന്നാമത്തെ ഘട്ടം ഇവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഘട്ടം? സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. രണ്ടാമത്തെ ഘട്ടം ഇവിടെ തന്നിട്ടുണ്ട്. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. അടുത്ത മൂന്നാമത്തെ ഘട്ടം ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് മൂന്നാമത്തെ ഘട്ടം? ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഘട്ടം 4 എന്താണ്? ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഡാഷാണുള്ളത്. ആ 2 ഡാഷിലും നമ്മൾ വിട്ടുപോയത് എഴുതി ചേർക്കണം. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങളെ സ്വന്തം സെൻറ്റൻസിൽ അങ്ങ് എഴുതി വെച്ചാലും മതി കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യനെ 1 ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 എയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ 1 ബിയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതാണ് ഇവിടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 എ 1 ബി എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നോക്കുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതെല്ലാം ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പിക്കൾച്ചർ എന്താണ്? തേനീച്ച വളർത്തൽ. അടുത്ത ക്യൂണിക്കൾച്ചർ, അത് മുയൽ വളർത്തൽ. ഫ്ലോറിക്കൾച്ചർ ആകുമ്പോൾ എന്താണ്? പുഷ്പകൃഷി. പിസിക്കൾച്ചർ ആകുമ്പോൾ മത്സ്യകൃഷി. ആണല്ലോ? കറക്റ്റ് അല്ലോ? എപ്പിക്കൾച്ചർ തേനീച്ച. അത് കുറേ നമ്മുടെ ടെക്സ്റ്റിൽ വേറെയും കുറേ ഒരു സർക്കിളിൽ വേറെ കുറേ തന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. ഒന്നിലും 1 മാർക്ക് ക്വസ്റ്റ്യനോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തിരഞ്ഞെടുത്ത് എഴുതാനോ ഒക്കെ ചോദിക്കാം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ, ഫ്ലോറിക്കൾച്ചർ പുഷ്പകൃഷി, പിസിക്കൾച്ചർ മത്സ്യകൃഷി. ഇനി അടുത്ത ബി ക്വസ്റ്റ്യനെ, വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യാന്ത്രിക കീടനിയന്ത്രണം എങ്ങനെ സഹായകരമാകുന്നുവെന്ന് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പോൾ യാന്ത്രിക കീടനിയന്ത്രണം, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കിയോളൂ. ചിലയിനം പച്ചക്കറികളുടെ കായകൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയുണ്ട്. ഇവയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പിടി തുളസി ഇല ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസി ഇലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണാം. ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കാം. ഇത് യാന്ത്രിക കീടനിയന്ത്രണത്തിന് ഒരു ഉദാഹരണമാണ് എന്നും കൂടെ എഴുതാം. അതുപോലെ തന്നെ ഫെറമോൺ കെണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കൈകൊണ്ട് പെറുക്കി മാറ്റി കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാം. ഇതൊക്കെ എന്താണ്? യാന്ത്രിക കീടനിയന്ത്രണത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്ത 1 ബിയിലെ സി ക്വസ്റ്റ്യൻ,
ഏതെങ്കിലും 2 മിത്ര കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. 2 മിത്ര കീടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ട്രൈക്കോഗ്രാമ വട്ടച്ചാഴി. വട്ടച്ചാഴിയുടെ വേറൊരു പേരാണ് ലേഡി ബഗ്. ഇതാണ് ആ 2 മിത്ര കീടങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റിലെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണേ. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുന്ന വാതകമാണ്. ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഏതാണ്? ആസിഡുകളും ലോഹങ്ങളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ വച്ച് ചെയ്ത് പഠിച്ചതൊക്കെയാണ്. ഏതാണ്? ഹൈഡ്രജൻ. ഏതാണ് ആൻസർ? ഹൈഡ്രജൻ. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അടുത്ത അതിൻ്റെ 2A ബി ക്വസ്റ്റ്യൻ ആണ്. ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഉചിതമായി പൂരിപ്പിച്ച് പട്ടിക പൂർത്തിയാക്കുക. അതുകൊണ്ട് ഇവിടെ അസറ്റിക് ആസിഡിൻ്റെ ഉപയോഗം കൊടുത്തിട്ടില്ല. സിട്രിക് ആസിഡിൻ്റെ ഉപയോഗം രാസവള നിർമ്മാണമൊന്നും കൊടുത്തിട്ടുള്ളത് അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തോ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഇനി അടുത്ത നൈട്രിക് ആസിഡ് പെയിൻറ്റിൻ്റെയും ചായത്തിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡിൻ്റെ ഉപയോഗം നമ്മൾ എഴുതണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ സെയിം ഇങ്ങനെ കുറേ ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ നോക്കാം. അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളതും പിന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു ടേബിൾ മൊത്തം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അസറ്റിക് ആസിഡിൻ്റെ ഉപയോഗം അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പാചകാവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം. അടുത്തത് ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നതിന്. അടുത്ത സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാനാണ്. പിന്നെ സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി, രാസവള നിർമ്മാണം. രാസവള നിർമ്മാണത്തിന് 2 ആസിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നൈട്രിക് ആസിഡ് മോട്ടോർ രാസവളം, പെയിൻറ്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. രാസവളം, പെയിൻറ്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. അടുത്ത ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. കാർബോണിക് ആസിഡ് സോഡയിലും ശീതള പാനീയങ്ങളിലും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ടേബിൾ അങ്ങ് പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാമല്ലോ. അറിയാമല്ലോ ഏതൊക്കെയാണ്? നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ചും ഫിനോൾഫ്തലിനും പിന്നെ നമ്മൾ ലിറ്റ്മസ് പേപ്പറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാമല്ലോ. മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ച് ആസിഡിനെയും ബേസിനെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് വിശദമാക്കുക. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക് നിറവും ബേസിൽ ഇളം മഞ്ഞ നിറവുമാണ് നൽകുന്നത്. നിറമാറ്റം നിരീക്ഷിച്ച് ആസിഡിനെയും ബേസിനെയും നമുക്ക് തിരിച്ചറിയാം. ഇനി 2A ക്വസ്റ്റ്യൻ നമ്മൾ ഫുള്ള് ചെയ്തു. ഇനി 2B ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2Aയോ 2Bയോ. അപ്പോൾ 2Bയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ 3 ലായനികൾ ലായനി 1, ലായനി 2, ലായനി 3 ഉപയോഗിച്ച് ക്ലാസ്സിൽ നടത്തിയ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തത് ലായനി 1 ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നീല നിറമായി. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല നിറമാകണമെങ്കിൽ അത് ആ ലായനി ഏത് ലായനി ആയിരിക്കണം? നിങ്ങൾക്കറിയാമോ? ഏത് ലായനിയാണ്? ബേസ് ആണോ ആസിഡ് ആണോ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് ആണ് അല്ലേ. ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറമാകുന്നു. ബേസിൽ ചുമപ്പ് ലിറ്റ്മസ് എന്തായി മാറുന്നു? നീലയായി മാറുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ലായനി 1 ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നീല നിറമായി എന്ന് പറയുമ്പോൾ അത് ഏത് ലായനിയാണ്? അത് ബേസ് ആണ് അല്ലേ. അത് ബേസ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തത് അല്പം മഞ്ഞൾ ചേർത്തപ്പോൾ ലായനി 2ന്റെ നിറം ചുവപ്പായി മാറി. അപ്പം മഞ്ഞ കളർ അതായത് മഞ്ഞളുണ്ടല്ലോ, നമ്മുടെ മഞ്ഞൾ ചുവപ്പ് നിറമാകണമെങ്കിൽ അത് ഏത് ലായനി ആയിരിക്കണം? അത് ബേസ് ആയിരിക്കണം. ബേസ് അല്ലേ നമ്മളിപ്പോൾ ഒരു തുണിയിൽ അല്പം മഞ്ഞളായി, നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ പൊടി കുറച്ചായി. അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന് സോപ്പിട്ട് ഇങ്ങനെ കഴുകുകയാണ്. അപ്പോൾ അതിൻ്റെ കളർ എന്തായി മാറും? ചുവപ്പാവൂലേ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലേ അതൊക്കെ? അപ്പോൾ എന്താണ്? എന്താണ് ഈ സോപ്പ് എന്ന് പറയുന്നത്? എന്താണ്? ബേസ് ആണ് അല്ലേ. ബേസ് ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ മഞ്ഞൾ ചേർത്തപ്പോൾ ലായനി 2ന്റെ നിറം ചുവപ്പായി മാറിയെങ്കിൽ ആ ലായനി 2 എന്താണ് ഇരിക്കുന്നത്? അതൊരു ബേസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ ബേസ് ഇരിക്കുന്നു, രണ്ടാമത്തേലും ബേസ് ഇരിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഫിനോൾഫ്തലിൻ ചേർത്തപ്പോൾ ലായനി 3ന്റെ നിറം പിങ്കായി മാറി. ലായനി 3 ഒരു സൊല്യൂഷൻ ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഫിനോൾഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കളർ മാറി എന്തായി? പിങ്ക് കളറായി. അപ്പോൾ ലായനി 3 എന്താണ്? ഫിനോൾഫ്തലിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ലായനി പിങ്ക് കളർ ആവണമെങ്കിൽ അത് എന്തായിരിക്കണം? ബേസ് ആയിരിക്കണം. അപ്പം 3 എന്താണ്? ബേസാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 3 ബേസാണ് കിട്ടിയത്. നോക്കിയോളൂ ക്വസ്റ്റ്യൻ ഒന്നാമത്തത് 1, 2, 3 എന്നീ ലൈനുകളുടെ സ്വഭാവമാക്കാൻ സാധ്യതയുള്ള കൂട്ടം തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മൾ നോക്കിക്കഴിഞ്ഞു, നമുക്ക് എന്താണെന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ആസിഡ് ബേസ് ആണോ? അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ബേസ് ആസിഡ് ആണോ?
അല്ല. മൂന്നാമത്തത് ബേസ് 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 ആണോ? ആണ്. അപ്പം എന്താണ്? 3 നമുക്ക് ബേസ് എന്നാണ് കിട്ടിയത്. കാരണം ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീലയാക്കുന്നത് ബേസിക് സൊല്യൂഷനാണ്. മഞ്ഞൾ ചേർത്തപ്പോൾ ലൈന് 2ന്റെ നിറം ചുവപ്പായി മാറി. അതായത് മഞ്ഞളിൻ്റെ സാന്നിധ്യത്തിൽ കളറ് ചുവപ്പാവുന്നെങ്കിൽ അത് ബേസിക് സൊല്യൂഷനാണ്. ഫിനോൾഫ്തലിൻ ചേർത്തപ്പോൾ പിങ്കായി മാറി ലൈന് 3. അപ്പോൾ അതും എന്താണ്? ബേസ് ആണ്. അപ്പോൾ 3ഉം എന്താണ്? ബേസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. 1 ബേസ്, 2 ബേസ്, 3 ബേസ്. ഓക്കെ ആണല്ലോ. അടുത്തത് ബി ക്വസ്റ്റ്യനെ. വിനാഗിരി, തെളിഞ്ഞ അപ്പക്കാര ലായനി എന്നിവ ഓരോ ബീക്കറിൽ വച്ചിരിക്കുന്നു. നിങ്ങളൊപ്പം മനസ്സിലാക്കണം. വിനാഗിരി എന്ന് പറയുമ്പോൾ അസിഡിക് സൊല്യൂഷനാണ്. അതുപോലെ തെളിഞ്ഞ അപ്പക്കാര ലായനി എന്ന് പറയുമ്പോൾ അത് ബേസിക് സൊല്യൂഷനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഫിനോൾഫ്തലിൻ ഉപയോഗിച്ച് ലായനികളുടെ സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം എഴുതണം. അതായത് ഈ പറയുന്ന 2 ബീക്കറിൽ നമ്മൾ ഇച്ചിരി ഫിനോൾഫ്തലിൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് എന്താണോ അത് നമ്മളിവിടെ എഴുതണം. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് ആൻസറായിട്ട്. വിനാഗിരിയിൽ അല്പം ഫിനോൾഫ്തലിൻ ചേർക്കുമ്പോൾ അവിടെ നിറവ്യത്യാസം ഇല്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ബീക്കറിലിരിക്കുന്ന പദാർത്ഥം ആസിഡ് ആണെന്ന്. ഇനി അപ്പക്കാര ലായനിയിൽ അല്പം ഫിനോൾഫ്തലിൻ ചേർക്കുമ്പോൾ ലായനിക്ക് പിങ്ക് നിറം കൈവരുന്നു. ഇതിൽ നിന്നും ബീക്കറിലിരിക്കുന്ന പദാർത്ഥം ബേസ് സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഏതൊരു ആസിഡിലും ഫിനോൾഫ്തലിൻ ഒഴിച്ചാൽ അവിടെ ഒരു കളർ ചേഞ്ചും ഇല്ല. എന്നാൽ ഒരു ബേസിക് സ്വഭാവമുള്ള പദാർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഫിനോൾഫ്തലിൻ ചേർത്താൽ അതിൻ്റെ കളറ് പിങ്ക് നിറമാകുന്നു. മനസ്സിലായോ? ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഫിനോൾഫ്തലിന് ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല. ഫിനോൾഫ്തലിൻ ഒരു ബേസിക് സ്വഭാവമുള്ള പദാർത്ഥത്തിൽ ഇടുമ്പോൾ അതിൻ്റെ കളർ എന്തായി മാറുന്നു? പിങ്ക് കളറാകുന്നു. അപ്പോൾ ഫിനോൾഫ്തലിന് ബേസിൽ പിങ്ക് കളറും ആസിഡിൽ ഒരു കളർ ചേഞ്ചും ഇല്ല, അല്ലെ ഒരു നിറ വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വിനാഗിരി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സൊല്യൂഷൻ ആസിഡിക് സൊല്യൂഷനാണ് തരണമെങ്കിൽ നമ്മൾ എഴുതണം അവിടെ നിറവ്യത്യാസം ഇല്ല, അതുകൊണ്ട് ഇത് ആസിഡ് ആണെന്ന് എഴുതണം. ഇനി ഈ അപ്പക്കാര ലായനി അതെന്ന് പറഞ്ഞാൽ ബേസ് ആണല്ലോ, അത് മാറ്റിയിട്ട് സോപ്പ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും തരുവാണെങ്കിൽ അവിടെ എഴുതണം ഫിനോൾഫ്തലിൻ ഈ അപ്പക്കാര ലായനി അല്ലെങ്കിൽ ആ സോപ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ എന്ത് കളറാകും? പിങ്ക് കളറാവുന്നു. അപ്പോൾ അവിടെ എന്താണ് തന്നിട്ടുള്ള പദാർത്ഥം? എന്താണ്? ഒരു ബേസ് സ്വഭാവമുള്ള പദാർത്ഥമാണ് എന്നതുള്ളത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനെ. നിങ്ങൾക്ക് നൽകിയ ഒരു സസ്യഭാഗം പ്രകൃതിദത്ത സൂചകമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണം വിശദമാക്കുക. ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ആ ടെക്സ്റ്റിൽ പ്രകൃതിദത്ത സൂചകമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലേതെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തിട്ട് അത് പ്രകൃതിദത്ത സൂചകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സസ്യഭാഗം എടുക്കുക, അത് പ്രകൃതിദത്ത സൂചകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കണം കേട്ടോ. ഇവിടെ ഞാനെടുത്ത സസ്യഭാഗം എന്ന് പറയുന്നത് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, അല്പം വിനാഗിരി എടുക്കുക, അതിലേക്ക് മഞ്ഞൾ കലക്കിയ വെള്ളം ചേർക്കുക. മഞ്ഞളിനെ കലക്കിയ ഒരു വെള്ളം ചേർക്കുക. നിരീക്ഷിച്ചാൽ അവിടെ നിറവ്യത്യാസമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് സൊല്യൂഷനാണ്. ഇനി അല്പം ഡിറ്റർജൻറ്റ് കലക്കിയ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾ കലക്കിയ വെള്ളം ചേർക്കുക. ആ ഡിറ്റർജൻറ്റ് കലക്കിയ വെള്ളത്തിലോട്ട് അല്പം മഞ്ഞൾ കലക്കിയ വെള്ളം ചേർക്കുക. നിരീക്ഷിച്ചാൽ ഡിറ്റർജൻറ്റ് കലക്കിയ വെള്ളം ചുവപ്പ് നിറമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും മഞ്ഞളിനെ ഒരു പ്രകൃതിദത്ത സൂചകമായി ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നീല ലിറ്റ്മസ് പേപ്പർ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ എന്നിവ ഉപയോഗിച്ച് ചില പദാർത്ഥങ്ങളിൽ ചെയ്ത പരീക്ഷണത്തിന്റെ നിരീക്ഷണ പട്ടിക ചുവടെ നൽകുന്നു. കണ്ടോ, പദാർത്ഥങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളരിയുടെ നിരീക്ഷണ ഫലം എന്താണ്? അത് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നു. ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമില്ല. അതുപോലെ മുന്തിരി, നാരങ്ങ, ആപ്പിൾ, തക്കാളി, ഈ ഇത്രയും സാധനങ്ങൾക്ക് നീല ലിറ്റ്മസ് ചുവപ്പാവുന്നു, ചുവന്ന ലിറ്റ്മസിന് നിറമാറ്റമില്ല. ഇനി ലാസ്റ്റ് അപ്പക്കാരത്തിൻ്റെ നിരീക്ഷണ ഫലം എന്ന് പറഞ്ഞാൽ നീല ലിറ്റ്മസ് നിറമാറ്റമില്ല. അവിടെ ഒരു നിറമാറ്റമില്ല. നീല ലിറ്റ്മസ് മുക്കുമ്പോൾ നീല ലിറ്റ്മസ് നീല കളറിൽ തന്നെ ഇരിക്കുന്നു. ചുവന്ന ലിറ്റ്മസ് അപ്പക്കാരത്തിൽ മുക്കുമ്പോൾ അതെന്തായി മാറുന്നു? നീലയായി മാറുന്നു. ഇനി പട്ടിക വിശകലനം ചെയ്ത് 2 നിഗമനങ്ങൾ എഴുതുക. ഈ പട്ടിക വിശകലനം ചെയ്ത് 2 നിഗമനങ്ങൾ നമ്മൾ എഴുതണം. ഏതൊക്കെ എഴുതാം? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇവിടെ വെള്ളരി, മുന്തിരി, നാരങ്ങ, ആപ്പിൾ, തക്കാളി, ഇത് 3 നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവ 3 അല്ല, ഇവ എത്രണ്ണം? 5 എണ്ണം. ഈ 5 എണ്ണം എന്ത് ടൈപ്പ് പദാർത്ഥമാണ്? ആസിഡ് ആണോ ബേസ് ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. അതെന്ന് പറയുന്നത് ആസിഡിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങളാണ് അല്ലേ? അപ്പക്കാരം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ചുവന്ന ലിറ്റ്മസിനെ നീല ആക്കി മാറ്റുന്നു. അപ്പോൾ അപ്പക്കാരം എന്ന് പറയുന്നത് ബേസിക് സ്വഭാവമുള്ള പദാർത്ഥമാണ്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് നിഗമനങ്ങൾ എഴുതാം. എന്താണ് 2 നിഗമനങ്ങൾ? അസിഡിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. ആസിഡ് നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. ഇനി ബേസിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ബേസിക് സ്വഭാവമാണെങ്കിൽ ഒരു പദാർത്ഥത്തിനുണ്ടെങ്കിൽ ആ പദാർത്ഥം എന്ത് ചെയ്യുന്നു? ചുവപ്പ് ലിറ്റ്മസിനെ നീല ലിറ്റ്മസ് ആക്കി മാറ്റുന്നു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന വസ്തുക്കളുടെ പൊതുവായ പേരെഴുതുക. ഇത്തരം വസ്തുക്കളുടെ പൊതുവായ ഒരു സ്വഭാവം എഴുതുക. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്ന വസ്തുക്കളുടെ പൊതുവായ പേരെന്താണ്? ആസിഡ്. എന്താണ്? ആസിഡ്. ഇത്തരം വസ്തുക്കളുടെ പൊതുവായ ഒരു സ്വഭാവം എന്താണ്? ഇവയ്ക്ക് പുളിരുചിയുണ്ട്. ഇവ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുമപ്പാക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് മാത്രമേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? തൈരിൽ എന്തുണ്ട്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്, നമ്മൾ പഠിച്ചു. ഇനി നാരങ്ങയിൽ അടങ്ങിയ ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ആണോ? നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണോ ലാക്റ്റിക് ആസിഡ്? നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ് അല്ലേ? ലാക്റ്റിക് ആസിഡ് നമ്മുടെ പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ആസിഡുകൾക്ക് പുളിരുചിയാണുള്ളത്. ആണോ? ആസിഡുകൾക്ക് പുളിരുചിയാണോ ഉള്ളത്? ആണ് അല്ലേ? ആസിഡുകൾക്ക് പുളിരുചിയാണുള്ളത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, 2 തെറ്റ്, 3 ശരി. അടുത്ത, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ആണോ? ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ്. നമ്മൾ നേരത്തെ ക്യൂണിക്കൾച്ചർ, പിസിക്കൾച്ചർ അങ്ങനെ കുറച്ച് കൾച്ചേഴ്സ് പഠിച്ചില്ലേ? അതുപോലെയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ കുറേ സബ്സ്റ്റൻസിൻ്റെ പേരും അതിൻ്റെ ഇപ്പുറത്ത് അതിലടങ്ങിയിട്ടുള്ള ആസിഡും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. നെല്ലിക്കയിൽ ആസ്കോർബിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ്. അപ്പോൾ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് മാലിക് ആസിഡ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് 1ഉം 3ഉം അല്ലേ? 1ഉം 3ഉം ആണ്. നോക്കിക്കോളൂ, 1ഉം 2ഉം ശരി ആണോ? അല്ല. 2ഉം 4ഉം ശരി അല്ല. 3ഉം 4ഉം ശരി അല്ല. 1ഉം 3ഉം ശരി. ശരി, കറക്റ്റ്. അപ്പോൾ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.